ഹായോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കാം. മനു ഹാസ് എ ക്യാപിറ്റൽ ഓഫ് ₹60,000 ഓൺ 31st December 2024. During the year, he has made a profit of ₹24,000. If his drawing has amounted to 18,000, his capital on 1st January 2024. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? മനുവിന്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, മനു ഈ വർഷം ഉണ്ടാക്കിയ ലാഭം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മനു ഈ തവണ ബിസിനസ്സിൽ നിന്നും എടുത്തുകൊണ്ട് പോയിട്ടുള്ള എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മനുവിന്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു എന്നതാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് ക്യാപിറ്റലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും എന്താണ് നമ്മൾ കുറയ്ക്കേണ്ടത്? ഒരു പ്രോഫിറ്റിന്റെ എമൗണ്ട് കുറയ്ക്കണം അല്ലെ? എന്തുകൊണ്ടാണ്? ആ ഒരു ബിസിനസ് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് ഡേറ്റിൽ എന്തില്ല, ആ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. ആ ഒരു പ്രോഫിറ്റ് എന്താണ്? ഈ ഒരു വർഷത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ പൈസയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ അകത്ത് ഈ ഒരു പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ആവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റിനെ കുറയ്ക്കണം. അടുത്തത് ആഡ് ചെയ്യേണ്ടത് എന്താണ്? ഡ്രോയിങ്സിനെ നമ്മൾ ആഡ് ചെയ്യണം. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ഒരു ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നതിൽ നിന്നുമായിരിക്കണം അദ്ദേഹം ആ ഒരു എമൗണ്ട് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ആൻസറിലോട്ട് പോകാം. ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് നമുക്കറിയാം. എന്താണ്? ഇവിടെ 60,000 തന്നിട്ടുണ്ട്. 60,000 അതിന്റെ കൂടെ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് നമ്മൾ കുറയ്ക്കണം. പ്രോഫിറ്റ് എത്രയാണ്? 24,000 രൂപ കുറയ്ക്കണം. അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എത്രയാണ്? 18,000 രൂപയാണ് ഡ്രോയിങ്സ്. 18,000 രൂപ ആഡ് ചെയ്യണം. അപ്പം ഈ ഒരു 60,000 നിന്നും 24,000 കുറച്ച് അതിന്റെ കൂടെ 18,000 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? നമുക്ക് എത്രയാണ് കിട്ടുക? 54,000 അല്ലെ? 54,000 ആയിരിക്കും നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ട് ഉണ്ടാവുക. അതായത് നിങ്ങൾ ഓർത്തു നോക്കിക്കേ, 54,000 രൂപ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് അറിയില്ല എന്ന് വിചാരിക്കും. അത് 54,000 രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു വർഷം, ഇത് ജനുവരി 1 അത് ആ ഒരു വർഷം അദ്ദേഹം എന്തുണ്ടാക്കിയിട്ടുണ്ട്? പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു വർഷത്തെ അദ്ദേഹം ഉണ്ടാക്കിയ പ്രോഫിറ്റ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 24,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് പൈസ എന്ത് ചെയ്തു? പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്ത് കൊണ്ടുപോയി. അത് എത്രയാണ്? 18,000 രൂപ. ആ 18,000 രൂപ ബിസിനസ്സിൽ നിന്ന് കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിൽ നിന്നും കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ 18,000 നമ്മൾ കുറയ്ക്കുന്നു. അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? 24,000 അദ്ദേഹം ഈ വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റ് ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60,000 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 60,000 നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനും പഠിച്ചു, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനും പഠിച്ചു. ഈ ഒരൊറ്റ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് പറ്റും. അല്ലെങ്കിൽ എന്താ കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. ഇഫ് സെയിൽസ് റിട്ടേൺ ആർ ₹25,000, സെയിൽസ് ആർ ₹1,25,000, നെറ്റ് പർച്ചേസസ് ആർ ₹84,000 ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ₹21,000, then കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വിൽ ബി. എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ട്, നെറ്റ് പർച്ചേസും തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുവാനായിട്ട് വന്ന ചെലവ് എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊരു മിഠായി ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു മിഠായി ഉണ്ടാക്കാൻ വേണ്ടി ₹1 ചെലവ് വന്നു. നിങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ലാഭം വേണം അല്ലെ? ഈ ഒരു ₹1 വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ലാഭം വേണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ₹1 കൂടി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ലാഭം കൂടി ആഡ് ചെയ്തിട്ട് ₹2 വിൽക്കുക. ശരിയല്ലേ? ₹2 എന്ന് പറയുന്നതായിരിക്കും സെയിൽസ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ വന്ന ചെലവ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ സെയിൽസിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾ എത്രയാണ് എടുത്തിരിക്കുന്നത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് സെയിൽസ് റിട്ടേണും സെയിൽസും ഉണ്ട്. നമുക്ക് വേണം നെറ്റ് സെയിൽസ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1,25,000 നിന്നും 25,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 1,00,000 നമ്മുടെ സെയിൽസ് കേട്ടോ. നെറ്റ് സെയിൽസ് 1 lakh rupees ആണ്. 1 lakh. അടുത്തത് നെറ്റ് പർച്ചേസ് തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ മതി? നമുക്ക് ഒന്ന് നെറ്റ് സെയിൽസും വേണം, അതുപോലെ പ്രോഫിറ്റും വേണം. ഈ 2 കാര്യങ്ങൾ മാത്രം നമുക്ക് മതി. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് ഇക്വേഷൻ? സെയിൽസ് മൈനസ് സെയിൽസിൽ നിന്നും
എന്ത് കുറച്ചാൽ മതി? ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചാൽ മതി. സെയിൽസ് എത്രയാണ്? 1 ലക്ഷമാണ് സെയിൽസ്. ആ 1 ലക്ഷത്തിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ടുള്ള 21,000 രൂപ കുറയ്ക്കണം. 1 ലക്ഷത്തിൽ നിന്നും 21,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 79,000 ആയിരിക്കും നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. 79,000 രൂപയ്ക്ക് നമ്മൾ ആ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 21,000 രൂപ ഒരു ഗ്രോസ് പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ട് എത്ര രൂപയ്ക്കായിരിക്കും നമ്മൾ വിൽക്കുക? നമുക്ക് 1 ലക്ഷം രൂപയ്ക്കായിരിക്കും വിൽക്കുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സഞ്ജയ് പർച്ചേസർ ഗുഡ്സ് കോസ്റ്റിംഗ് ₹20,000 at 5% trade discount and 2% cash discount. സഞ്ജയ് വിൽ ഇമ്മീഡിയറ്റ്ലി പേ ഫോർ ദി ഗുഡ്സ്. അതായത് സഞ്ജയ് കുറച്ച് ഗുഡ്സ് മേടിച്ചു. അപ്പൊ സഞ്ജയ്ക്ക് എത്രയാണ്? 5% ട്രേഡ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2% ക്യാഷ് ഡിസ്കൗണ്ടും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സഞ്ജയ് ഗുഡ്സ് മേടിച്ചത് എന്റെ കയ്യിൽ നിന്നുമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഒരു ട്രേഡ് ഡിസ്കൗണ്ട് ആയിട്ട് 5% എമൗണ്ടിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. 20,000 രൂപയുടെ ഗുഡ്സ് ആണ്. അതിന്റെ 5% ഞാൻ എന്ത് ചെയ്തു? ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ചു. ഈ ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ട്രേഡ് ഡിസ്കൗണ്ട് എന്താണ്, ക്യാഷ് ഡിസ്കൗണ്ട് എന്താണ്? നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. അപ്പം അടുത്തത് 2% ക്യാഷ് ഡിസ്കൗണ്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എത്ര രൂപയാണ് അദ്ദേഹം പേ ചെയ്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ 20,000ന്റെ 5%. ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 20,000ന്റെ 5% കണ്ടുപിടിക്കണം. 20,000ത്തിന് 5% എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ കുറച്ചിട്ടുണ്ട്. സഞ്ജയോട് പറഞ്ഞു എന്താണ് സഞ്ജയ് എൻ്റെ ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നയാളാണ്. വീണ്ടും അദ്ദേഹം മേടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ബൾക്കായിട്ട് സാധനം മേടിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? 5% ഡിസ്കൗണ്ട് കൊടുത്തു. 20,000ത്തിന്റെ 5% എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് വരിക? 1000 രൂപയാണ് അല്ലെ? 20,000ത്തിന്റെ 5% എന്ന് പറയുമ്പോൾ 1000 രൂപയാണ്. ഞാൻ എന്ത് ചെയ്തു? അത് കുറച്ചു. അപ്പൊ എത്രയാണ്? 19,000 രൂപ വരും അല്ലെ? ബാക്കി 19,000 രൂപയുണ്ട്. ഈ 19,000 രൂപയുടെ നിന്നും ആ 19,000 രൂപയുടെ എത്ര ശതമാനമാണ്? 2%. 19,000 രൂപയുടെ 2% ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ട്രേഡ് ഡിസ്കൗണ്ട് അല്ല, ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട്? എന്തിനു വേണ്ടിയാണ് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? ഫോർ ദി പ്രോംപ്റ്റ് പേയ്മെന്റ്. പ്രോംപ്റ്റ് കൃത്യമായിട്ട് പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. കറക്റ്റ് ആയിട്ട് സമയത്ത് ആള് പേ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാനാണ് വിറ്റത്, സഞ്ജയ് എൻ്റെ കടത്തിന് മേടിച്ചിട്ട് സഞ്ജയ് കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് പൈസ തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ സാധനം വിറ്റ ഉടനെ തന്നെ സഞ്ജയ് എനിക്ക് പൈസ തരികയാണെങ്കിൽ ഞാൻ ചെറിയൊരു ഡിഡക്ഷൻ കൊടുക്കും. അതിനെയാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ 19,000ന്റെ 2% എന്ന് പറയുമ്പോൾ എത്രയാണ്? 380 രൂപ. 380 രൂപ കൂടി കുറയ്ക്കും. 19,000ത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? 380 രൂപ കൂടി കുറച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 18,620. 18,620 രൂപ മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മുടെ സഞ്ജയ് പേ ചെയ്താൽ മതി. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട 2 ടേമുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പോകണം. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ദി എമൗണ്ട് സെറ്റ് aside to meet the loss of bad debt is. എന്താണ്? ബാഡ് ഡെപ്റ്റ് മീറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന തുകയെ നമ്മൾ എന്ത് പറയുന്നു? ഓപ്ഷൻ എ ലയബിലിറ്റി, ഓപ്ഷൻ ബി റിസർവ്, ഓപ്ഷൻ സി പ്രൊവിഷൻ, ഓപ്ഷൻ ഡി കണ്ടിജന്റ് ലയബിലിറ്റി. എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും തന്നെ എല്ലാവർക്കും, ബികോം പഠിക്കുന്ന എല്ലാവരെ സംബന്ധിച്ച് എന്താണ്? പ്രോഫിറ്റും ലോസും ഈ ഒരു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും ഒക്കെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസിന്റെ ഒരു ഒബ്ലിഗേഷൻ ആണ് അല്ലെ? ബിസിനസിന്റെ ഒരു ഒബ്ലിഗേഷൻ ആണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടിജന്റ് ലയബിലിറ്റി എന്താണ്? നമുക്ക് മേ ഓർ മേ നോട്ട് അറൈസ് ഇൻ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ലയബിലിറ്റി മേ ഓർ മേ നോട്ട് അറൈസ് ഇൻ ഫ്യൂച്ചർ. നമ്മൾ അത് ഇവിടെ കാണിക്കും. നമ്മൾ ഫുട് നോട്ട് ആയിട്ട് കാണിക്കും. എന്തുകൊണ്ടാണ് ഫുട് നോട്ട് ആയിട്ട് കാണിക്കുന്നത്? ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫുട് നോട്ട് ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസസ് വെൻ. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴാണ് കൂടുന്നത്? ഒന്നാമത് പറയുന്നത്, അപ്പം ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസസ്. വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് എന്ത്? ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് ഓപ്ഷൻ എ പറയുന്നു. ഓപ്ഷൻ ബി പറയുകയാണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസസ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയുമ്പോഴാണ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറയുന്നു. അടുത്ത പ്രൊഡക്ഷൻ വോളിയം ഇൻക്രീസസ്. പ്രൊഡക്ഷൻ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോഴാണെന്ന് ഓപ്ഷൻ സി പറയുന്നു. ഓപ്ഷൻ ഡി എന്താണ്? പ്രൊഡക്ഷൻ വോളിയം ഡിക്രീസസ്. പ്രൊഡക്ഷൻ വോളിയം കുറയുമ്പോഴാണ് എന്ന് പറയുന്നു. അപ്പം
ഒരു ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഉദാഹരണം റെന്റ് ഒക്കെ എന്താണ്? ഒരു ഫിക്സഡ് കോസ്റ്റ് ആണെന്ന് പറയാം. ഇപ്പം 2000 രൂപയാണ് നമ്മുടെ ഒരു റെന്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് വിചാരിക്കും. ഫിക്സഡ് കോസ്റ്റ് 2000 ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ഈ ഒരു ഓപ്ഷൻ ഡി ആണ് കൺസിഡർ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ വോളിയം ഡിക്രീസ് ചെയ്യുന്ന കാര്യം. അപ്പൊ നമുക്ക് എന്താണ്, ആ ഒരു 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. 200 യൂണിറ്റ് ആണ് നമ്മുടെ പ്രൊഡക്ഷൻ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്തിട്ടുണ്ട്, ആ ഒരു വോളിയം ഡിക്രീസ് ചെയ്യുന്നു, 100 കുറയുന്നു. ഓക്കെ, 100 കുറയുമ്പോൾ എങ്ങനെയായിരിക്കും? 100 കുറയുകയാണ്. അപ്പൊ എങ്ങനെ വരും? നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും? 20 രൂപയായിരിക്കും. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 2000 ആണ്. അപ്പൊ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് നമുക്കറിയാം. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ് നമുക്ക് കിട്ടി? എത്രയാണ്? 20 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? നമ്മുടെ ഫിക്സഡ് കോസ്റ്റിന് മാറ്റമൊന്നുമില്ല, 2000 രൂപ തന്നെ. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 200 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. 200 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെ വരും? 10 രൂപയായിട്ട് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറഞ്ഞു. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മുടെ ഔട്ട്പുട്ട് കുറയുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വോളിയം കുറയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ ഒരു 10 മോഡ്യൂളുകൾ, ഓരോ മോഡ്യൂളിൽ നിന്നും 10 മാർക്ക് വെച്ചിട്ട് നമുക്ക് 100 മാർക്കിനാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പം നിങ്ങളൊക്കെ എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കാം. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഏത് ടോപ്പിക്കാണ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഏത് ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഏത് മോഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ആ ഒരു മോഡ്യൂളിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് നമുക്കറിയാം ഇനിയും നമ്മുടെ ടോപ്പിക്കുകൾ കവർ ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ജൂനിയർ അക്കൗണ്ടന്റിന് വേണ്ട പുത്തൻ ചോദ്യങ്ങൾ പരിചയപ്പെടുവാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്